ഒരു വീഡിയോ കാണാനിടയായി. ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പാസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇത് ഞാൻ മുൻപ് തന്നെ ആലോചിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ നമ്മൾ ചാനൽ ചർച്ചകളിലേക്ക് ഇസ്ലാമിയർ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഇറ്റ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പലരും പറഞ്ഞ ആർക്കും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ അധികം പറയുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത്, കേൾക്കുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് വർഗീയത പരാമർശം നടത്തുന്ന ഒരിടത്തേക്കും ഒരു ഡിബേറ്റിനും പോകാതിരിക്കുന്നതാണ് ഇസ്ലാമിയർ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉസ്താദിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഈ ഉസ്താദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദക്കന്മാർക്കൊരു വെല്ലുവിളിയാണ്. പുള്ളി സർക്കാസം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സൂപ്പറായിട്ട് നല്ല പോലെ പറയും. അത് പല പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ടെന്ന്. ഇവന്മാരുടെ ഈ കുത്തിക്കഴപ്പിന് നല്ല ഇതുപോലുള്ള സർക്കാസം രീതിയിൽ ഇത് മറുപടി കൊടുക്കുന്നതിന് ഏറ്റവും നല്ല വഴിയെന്ന് അയാൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, എടുത്തു വെച്ച് പറയണമെന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ കോപ്പി പേസ്റ്റ് വേണ്ടാന്നുള്ളത് കൊണ്ട് ഇഗ്നോർ ചെയ്തേ. വിഷയത്തിലേക്ക് വരാം. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ മനസ്സിൽ വരാനുള്ള കാരണം ജനൻ ടി വിയിൽ അബ്ദുള്ളയുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. പുള്ളി മൈക്കൊക്കെ എടുത്തങ്ങ് കളയുന്നുണ്ട്. പക്ഷേ ഇൻസൾട്ട് മീൻസ് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കുന്നതിന് പകരം അതിൻ്റെ അവതാരകൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഇൻസൾട്ട് താങ്ങിക്കൊണ്ട് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് റിപ്പീറ്റഡ്ലി പറയുന്നു പുള്ളി എന്തോ കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള അവതാരകന്റെ ശ്രമം സത്യം പറഞ്ഞാൽ നല്ലപോലെ റീച്ച് ആകുന്നുണ്ട്, ആളുകളിലേക്ക് എത്തുന്നുണ്ട്. മലം ടി വി റീച്ച് എന്നല്ല ഞാൻ പറഞ്ഞത്, ആ പ്രസ്തുത വിഷയമാണ്. പിന്നീട് ഭയൽവാൻ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈൻ അത് കാണിക്കുന്നുണ്ട്, അയാളുടെ ചാനലിൽ കൂടെ കൊണ്ടിടുന്നതുണ്ട്. ആ ചില പോർഷൻ കട്ട് ചെയ്തിട്ട് അത് മാത്രം കാണിക്കുമ്പോൾ ആളുകൾക്ക് അത് തോന്നുകയും ചെയ്യും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പ്രശ്നം നിൽക്കുന്നത്. നമ്മൾ പോകുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, പക്ഷെ ഒരു കട്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രതലത്തിലേക്ക് നമ്മൾ പോയി നിൽക്കാതിരിക്കുക. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, ചിലത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിസ്സഹകരണമാണ് ഏറ്റവും നല്ല ഇതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ അബ്ദുള്ള അന്ന് പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമായിരുന്നു. നിനക്ക് മുഹമ്മദ് നബിയെ പറയാൻ എന്താണ് അവകാശം? നീ 4-5 പെണ്ണും കെട്ടിയ അവൾക്ക് ചെലവിനും കൊടുക്കാൻ നടക്കുന്നവനല്ലേ എന്ന് കൃത്യമായി പുള്ളി പറയുന്നുണ്ട്. ഈ മാനറിൽ അല്ലെങ്കിൽ പോലും പുള്ളി അത് പറയുന്നുണ്ട്. പക്ഷെ അത് വളച്ചൊടിച്ച് പുള്ളിക്ക് ഭ്രാന്താണെന്നുള്ള ടേം പറഞ്ഞ് അതും അവതാരകന്റെ സപ്പോർട്ടോടുകൂടി അത് പറയുന്ന ആ നിമിഷം വിചാരിച്ചൊരു കാര്യമാണ്, ദയവ് ചെയ്തിട്ട് മലം ടി വിയിൽ ഒരു വിഷയത്തിലേക്കും ഒരു രീതിയിലും ഇസ്ലാം മതവിഭാഗത്തിലുള്ള ഒരാളും പോകാതിരിക്കുക. സംഘടനകളായാലും ശരി, രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, മതവിശ്വാസികളായിരുന്നാലും ശരി, ഉസ്താദുമാരായിരുന്നാലും ശരി, പോകരുത്. പോകാതിരിക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല പണിഷ്മെന്റ്. എന്ത് വെച്ചവർ പിന്നെ കുരയ്ക്കും? ഡ്യൂപ്ലിക്കേറ്റ് ആളെ കൊണ്ടുവരും. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊട്ടിച്ച് കയ്യിൽ തരുന്ന കാര്യം ഞങ്ങളേറ്റു. ഞങ്ങളൊരു ടീം വർക്ക് തന്നെ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റു. അവർ ആളെ കണ്ടുപിടിക്കുക, അവർ കൊണ്ടുവന്നിരുന്ന വായ്ത്താളം പറയുന്ന ആളുടെ അഡ്രസ്സ് ഉൾപ്പെടെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് ഇത് പറയിച്ചതാണെന്ന് കൃത്യമായി ആരിഫ് ഹുസൈനെ കയ്യും കളവുമായിട്ട് പിടിച്ച് കയ്യിൽ തരാം. അതേ നടക്കുള്ളൂ. നമ്മുടെ വിശ്വാസികൾ അവിടെ പോയിരുന്നുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ടാസ്കിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലമിനെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇവർക്ക് ഡിബേറ്റിനായിട്ട് ആളെ കൊടുക്കാതിരിക്കൂ. ഫോൺ വിളിക്കുന്ന കേസ് വിളിക്കാതിരിക്കൂ. ഇസ്ലാമിയർ ഒരാളും വിളിക്കാതിരിക്കൂ. ഇവൻ പിന്നെ എന്തോ ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് വോയിസ് കൊണ്ടിടും. നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് കൃത്യമായി മനസ്സിലാവും ഒരു പൊട്ടുപൊടിയും അറിയാത്ത ഒരു തൊണ്ണനാണ് ആ വിളിക്കുന്നത്. അവൻ്റെ നമ്പർ കണ്ട ഉടനെ എടുത്ത് കറക്കി കുത്തി വിളിക്കുന്നവരെ നല്ലത് നമ്മൾ തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കരുത്. അവനോട് ഡിബേറ്റിന് പോകരുത്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണവും പറയാം. മുൻപ് കുറേ അധികം ദിവസം ഞാൻ ഈ പറയുന്ന ഹദീസിനും ഖുർആനെയൊക്കെ നമ്മളിത് കേട്ടിട്ട് ശരിയായിരിക്കുമോ എന്ന് നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. ഇതേ ചിന്ത മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ട പ്രവൃത്തി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹദീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നെറ്റിൽ അവൈലബിൾ ആണ്. ഒരു പക്ഷേ ഈ ആവർത്തന വിരസത കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു അവതരിപ്പിക്കുന്ന രീതി കൊണ്ടോ ആളുകളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടാവത്തില്ല. ബൈ ദ വേ ഞങ്ങൾ അതിൻ്റെ വർക്കിലാണുള്ളത്. ഞാൻ അതിൻ്റെ പിന്നിലാണുള്ളത്. അപ്പം ഞാനത് കറക്റ്റ് ഫോമാറ്റായി പഠിച്ച ശേഷം നമ്മൾ എന്തായാലും അത് അവതരിപ്പിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടും വീണ്ടും ഹദീസിന്റെ ഇന്നാമത്തെ താത്രത്തിൽ ഇന്നാമത്തെ സൂത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ എടുത്തുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം, ഒരു കള്ളം പല പ്രാവശ്യം പറയുമ്പോൾ ഗീബൽസിൻ തിയറി പോലെ അത് സ്പ്രെഡ് ആവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഉൾക്കള്ളിയുണ്ട്. ഒരു വിഭാഗം ജനതയെ അവഹേളിക്കുകയും അപമാനിക്കുകയും അവരെ ഒരു പ്രതിപക്ഷത്ത് നിർത്തുകയും ചെയ്താൽ മാത്രം മുന്നേറ്റം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട ഇതിനകത്തുണ്ട്. അതേപോലെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന മതപരിവർത്തന ഗോഷ്ഠികളുടെ ഒരു ഇതിനകത്തുണ്ട്. ആകെ മൊത്തത്തിൽ ഒത്തിരി പേർക്ക് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇസ്ലാം മത വിഭാഗങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളത് വിജിലൻ്റ് ആവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നു,
ഒരു യുദ്ധത്തിലാണെന്ന് വിചാരിക്കും, നമ്മൾ സർവൈവൽ ടാസ്കിലാണുള്ളത്, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കണം. അപ്പം നമ്മൾ ആ സർവൈവൽ ടാസ്ക് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്നത്. ഇഷ്ടമുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് തള്ളിക്കളഞ്ഞിട്ട് പോകാം. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും സംഘടനകൾ തമ്മിൽ അടികൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പകരം നിങ്ങൾ ഒരു വിഷയത്തിൽ ഒന്നാണല്ലോ, ഇസ്ലാമിയരാണ്, നിങ്ങളെ ഒരാളെ ഈ ഒരു ഡിബേറ്റിന് വിളിക്കുമ്പോൾ പോകില്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള ആർജവം ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ഉസ്താദ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഞാനത് പ്ലേ ചെയ്യിപ്പിക്കാം. അതിന് മുമ്പ് പറയുന്നതാണ്. ആ ഉസ്താദ് പറഞ്ഞ ഫോമാറ്റിലല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിനെ എതിർക്കാൻ പറ്റും. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ പോവാത്തതിന് അവർ ആ വോയിസ് എടുത്തുകൊണ്ട് പോയിട്ട് പറയും, ആ കണ്ടോ അവരെ വിളിച്ചു, അവർ വരുന്നില്ല, അവർ ഭയപ്പെട്ടിട്ടാവുള്ളതെന്ന്. അങ്ങനെയല്ല. നിന്റെ TV ചാനൽ വർഗീയ ചാനലാണ്. അവിടെ വർഗീയത പറയുന്നവർക്കെതിരെ സംസാരിക്കാൻ നമുക്ക് സ്പേസ് തരാത്ത വിഷ ചാനലാണ്. ഈ ചാനലിലേക്ക് ഞങ്ങൾ ക്ഷണിക്കരുത് എന്ന് പറയാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങളെയൊക്കെ വിളിക്കും ഡിബേറ്റിന്. പിന്നെ ഉസ്താദിൻ്റെ വോയിസിലേക്ക് പോകാം. ഈ ഉസ്താദിൻ്റെ വോയിസ് ഇപ്പോൾ എനിക്ക് ഒരാൾ കൊണ്ടുവന്ന് വാട്സപ്പ് കിട്ടുന്നതാണ്. അപ്പം ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു കാര്യമാണ്. പോകരുത്. നിങ്ങൾക്ക് പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അവിടെ പോയി നിങ്ങൾക്ക് സ്പേസ് തരാമല്ലോ. അബ്ദുള്ളയുടെ കേസ് തന്നെ സ്പേസ് കൊടുത്തിട്ടില്ല. പുള്ളി കൃത്യമായിട്ട് പറയുന്ന അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി മേലി വരരുത് എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതൊരു ഭയങ്കര ഇൻസൾട്ടാണ്. അവരുടെ ഒരു ടീമിനെ അവിടേക്ക് അയച്ചു കൊടുക്കുന്നു. ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് അങ്ങനെ ഒരാളെ അയച്ചു കൊടുക്കുന്ന. മൈക്കും കൊണ്ട് അയാൾ അവിടെ ചെല്ലുന്നു. അവിടെ സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല. എന്നിട്ട് പറയണേ നിങ്ങൾ ഇനി മേലി വന്നു പോകരുതെന്ന്. അതെന്ത് തരം മാനേഴ്സാണ്? അപ്പോൾ അങ്ങനെ മോശപ്പെടുത്തിയ സ്ഥിതിക്ക് തന്നെ ഇനി ഒരാളെ അവർക്ക് അവിടെ കിട്ടാൻ പാടില്ലായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അടുത്ത ദിവസം മുസ്ലിം ലീഗിൻ്റെ ആൾ വന്നിരുന്നുകൊണ്ട് അവർ പറഞ്ഞ അത് എന്താണ് കാന്തപ്പൻ എന്താ പറഞ്ഞതെന്ന് ആ ഒരു ടേമിലേക്ക് സംസാരിക്കുകയാണ്. മാത്രവുമല്ല അഭിസാരിക സംഘം ഇരിക്കുന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോയി കയറേണ്ട കാര്യമില്ലല്ലോ. പലരും ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഡിബേറ്റിന് തയ്യാറാണ്? വാഴയാണ്. എൻ്റെ അടുത്തൊക്കെ ഡിബേറ്റ് എടുത്താൽ ഇവനൊക്കെ ധൈര്യമുണ്ടോ? ഏത് വിഷയമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്. വിളിക്കൂല. എന്തുകൊണ്ടെന്നറിയാം? അടിച്ചണ്ണാക്കി കൊടുക്കുമെന്ന്. 5 സെക്കൻഡ് കിട്ടിയാൽ ആ 5 സെക്കൻഡിൽ പറയാൻ ആർജവമുള്ളവർ പോവുക, അല്ലതൊരു പോവാതിരിക്കുക. ദയവേത് പോവാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളിൽ ആരും അവിടെ പോകുന്നില്ല എന്ന് ഉറപ്പ് വന്നാൽ യൂഷ്വലി നമ്മുടെ ആരിഫ് കിണ്ണം ചെയ്യുന്ന ഒരു ഡയലോഗും ഒരു കളിയുമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും, ഇസ്ലാമിൻ്റെ വക്താവ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾ അവരോടെ കൊണ്ടുവന്നിരുത്തിയാൽ അയാളുടെ ജീവചരിത്രം എടുത്തു കൊണ്ടുവരിക, അയാൾ അങ്ങനെയല്ല, ഇവൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്, ഇവൻ്റെ സ്റ്റെപ്പാണെന്നുള്ളത് കൃത്യമായി തെളിയിക്കാൻ നമുക്ക് സാധിക്കും, എനിക്ക് സാധിക്കും. അപ്പോൾ ഒരാൾ പോകാതിരിക്കുന്നതിന് ചെയ്യുന്ന ബോയ്ക്കോട്ട്, അതാണ് ഏറ്റവും നല്ല പരിപാടി. നിസ്സഹകരണം വിട്ട് കളഞ്ഞേക്കുക. അതിനകത്ത് എന്താ കുഴപ്പം വരാതിരിക്കുന്നത്? എത്രയോ ചാനലുകളുണ്ട്, മെയിൻ സ്ട്രീമിക്കുന്ന ഒരുപാട് ചാനലുകളിലുണ്ട്. അവിടെയൊക്കെ ഒരുപാട് പേര് പോയിരുന്ന് ഇക്കാര്യം പറയുന്നുണ്ട്, ആളുകളിലേക്ക് അത് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. മലൻ TV കാണുന്നത് ആരാണ്? സംഘികളാണ്. ലെറ്റ് ദം പാർക്ക്. അവർ കേട്ടോട്ടെ. അവരുടെ ബോധ നിലവാരം അവർക്ക് പറ്റിയ ചാണകമാണ് അവിടെ നിന്ന് അങ്ങോട്ട് വിസർജിക്കുന്നത്. ആ വിസർജ്യം കണ്ടോളൂ. വിസർജ്യം TVയും ഈ ജനം TVയും ഒക്കെ അങ്ങനെയുള്ളവർക്കുള്ളതാണ്. അവർ കണ്ടോട്ടെ. നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഡിബേറ്റിന് വിളിച്ചാൽ പോകാതിരിക്കാം. പിന്നെ ഉസ്താദ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് തീർത്തും ഇഷ്ടമില്ല. കാരണം നിങ്ങൾ അവിടെ പോയി ആ പ്രോബ്ലം സോൾവ് ചെയ്യൂ, നമ്മൾ എന്തിനാ ചർച്ചയ്ക്ക് ഇരിക്കുന്നതെന്നൊക്കെയാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഹലോ ഹലോ, നമസ്കാരം. അഭയദേവാണ്, ജനം ടിവിന്നാ. വിളിച്ചത് നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തമിഴ്നാട്ടിലെ ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനവുമുണ്ട്. അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട്. അപ്പോ ദർഗയിൽ. അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ആ വിഷയം അറിയാവോ? ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവർ പ്രാദേശികമായിട്ട് പരിഹരിക്കണം. നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത്. നമ്മൾ 4-5 പേര് കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവ. നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്? നമ്മൾ 4 പേര് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നിലവിളിക്കുന്നു. ആരിഫ് ഹുസൈൻ ഒരു സൈഡിൽ നിലവിളിക്കും, ജാമിദ ടീച്ചർ ഒരു നിലവിളിക്കും, പിന്നെ അനിൽ നമ്പ്യാർ നിലവിളിക്കും. അപ്പൊ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം. അപ്പൊ പ്രശ്നം തീരുവ. വെറുതെ എന്തിനാ ഈ പ്രശ്നത്തിന് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും. ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊന്നും ഒരു നടപടിയാവുന്ന കേസല്ല. പിന്നെ ഡിബേറ്റുകൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇപ്പൊ എനിക്കൊരു അഭിപ്രായം, നിങ്ങൾക്കൊരു അഭിപ്രായം, കേൾക്കുന്ന പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ അത്രയും അഭിപ്രായങ്ങൾ ഒന്നിച്ച് കേൾക്കുമ്പോൾ, ചേർന്ന് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് ഒരു അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെയാണ്, അവരുടെ ഉള്ളിൽ ഇതിങ്ങനെയാണ് പോയിട്ടുള്ളത്, ഇവരുടെ ഉള്ളിൽ ഇത്. അതുകൊണ്ട് ഡിബേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഡിബേറ്റ് ഒക്കെ നല്ലതാണ്.
പരസ്പരം ചർച്ചകൾ നടത്തണം. ചർച്ചകളിൽ കൂടിയാണ് പലർക്കും കൂടുതൽ നോളജ് കിട്ടും. ഇപ്പം എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഞാൻ മൗനമായിട്ടിരുന്നാൽ കിട്ടത്തില്ല. ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരു ഐഡിയ കിട്ടും. ഡിബേറ്റ്സ് എപ്പോഴും നല്ലതാണ്, പക്ഷേ അതിന് കൃത്യമായ മീഡിയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പം ആഹാരം കഴിക്കാനായിട്ട് പാത്രം എടുക്കുന്നു. എന്തിനാണ്? ആ പാത്രത്തിൽ വിളമ്പി നമ്മൾ കഴിക്കും. ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? തറയിൽ കുഴി കുത്തി അതിനകത്തേക്ക് ഇട്ട് കഴിക്കും. എന്തിനാ അങ്ങനെ കഴിക്കുന്നത്? അവർക്ക് അങ്ങനെയാണ് ശീലം, അവരങ്ങനെയാണ്. നമ്മളെ കൊണ്ടത് സാധിക്കുമോ? പറ്റില്ല. ആ മീഡിയം അതാണ്. ഈ കുഴി കുത്തി കഴിക്കുന്ന മീഡിയം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ചാണകവും കൂടെ വാരി ഇട്ടിട്ട് അതിനകത്ത് ചോറൊടിച്ച് കഴിക്കുന്നതാണ് മലം ടി വി. നമ്മളെ കൊണ്ടത് സാധിക്കത്തില്ല. നമുക്കത് അങ്ങനെ പറ്റത്തില്ല. ഇലയിലിട്ട് തന്നാലും സന്തോഷം. ഇലയാണ് ഏറ്റവും നല്ലത്. ഫുഡ് കഴിക്കാൻ ഏറ്റവും നല്ല സാധനം ഇലയാണ്. അങ്ങനെയുള്ള ഗ്രീനിഷായി നിൽക്കുന്ന നല്ല ചാനലുകളുണ്ട്. അവിടെ ഡിബേറ്റിന് പോവുക. ഒരു സംഘടനയും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രീതിയിൽ ഒരു ഇൻപേഴ്സൺ പോലും ഇവന്റെ ചാനൽ കാണാൻ പോകരുത്. കാണുക എന്നല്ല, അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകരുത്. അത്രയും കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ട് പറ്റില്ല എന്ന് പറയുക. ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, നിങ്ങളെ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരില്ല എന്നല്ല പറയേണ്ടത്. നിങ്ങളുടേത് ഒരു വർഗീയ ചാനലാണ്. വർഗീയ വിഷം വമിക്കുന്ന നിങ്ങൾ എനിക്ക് കൃത്യമായ സമയം തരില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് തന്നെ പറയുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ? കണ്ടോ അവർ ഭയപ്പെട്ടു, അവർ വരുന്നില്ലെന്ന് പറഞ്ഞു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഈ ഒരു പോർഷനും കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞെക്കി പൊട്ടിക്കും. സാധാരണ ആരിഫ് കിണ്ണൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നാളെ ഒരു ദിവസം തിരിച്ചറിവുണ്ടാകുന്ന ഒരു ദിവസം ആരിഫ് ഇത് മാറ്റി പറയും. കാരണം അവൻ സ്വത്വബോധം കാണിക്കും. അന്ന് ഈ സംഘികൾക്ക് മനസ്സിലാവും ആരിഫ് കിണ്ണൻ എന്താണെന്ന്. ഒരു സൂചനയൊക്കെ കാമിത തന്നു കഴിഞ്ഞു. പക്ഷെ കാമിത ആഹാരം കിട്ടും, മക്കൾക്ക് ചെലവ് കിട്ടും, വീട്ടിൻ്റെ ലോൺ അടയ്ക്കാൻ, വണ്ടി വാങ്ങിക്കാനൊക്കെ ആക്രാന്തം പിടിച്ച് ഒരു പടി എക്സ്ട്രീമായി പറഞ്ഞുപോയി. ഇനി തിരിച്ചു വരിക സ്വാഭാവികം നടക്കുന്ന കേസല്ല. ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ കുത്താവിൻ്റെ കുത്തൊക്കെയാണ് പറഞ്ഞത്. ഒന്നും നടക്കത്തില്ല. അവർക്ക് നല്ല ബോധ്യമുണ്ട് തിരിച്ചു കയറുക നടക്കുന്ന കേസല്ല. ഇപ്പം നല്ല തണുത്ത് ആണ് വണ്ടി ഓടുന്നത്. പക്ഷെ അതേപോലെ മറ്റവനും വരും എന്നുള്ളത് സംഘികൾക്ക് അറിയത്തില്ല. സംഘികൾ മനസ്സിലാക്കി വരുമ്പോൾ വൈകിപ്പോവും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇവർ ബലം പിടിച്ച കാര്യങ്ങൾ ഒന്നൊഴികെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. സർവത്ര സാധനങ്ങളും കള്ളത്തരമായിരുന്നെന്നും കള്ളത്തരത്തിന്റെ കൂട്ടലാണ് ഇവരെന്നും ഇവരുടെ സനാതനമാണ് ഏറ്റവും മോശപ്പെട്ടതെന്നും ഏറ്റവും വൃത്തികെട്ട രീതിയിൽ മതം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും മോശപ്പെട്ട രീതിയിൽ മതം കൊണ്ട് മനുഷ്യരെ കൊല്ലുകയും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ സനാതനമാണെന്ന് തെളിയിക്കാനുള്ള 100 തെളിവുകൾ ചരിത്രത്തിൽ കിടപ്പുണ്ട്. ചരിത്രം വളച്ചൊടിക്കുകയും ചരിത്രം പഠിക്കാൻ അനുവദിക്കാതിരിക്കുകയും കുട്ടികളെ പോലും ബ്രെയിൻ വാഷ് ചെയ്ത് വെറും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ നായ്ക്കൾക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിയും ബോധവും ഉള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദയവ് ചെയ്തിട്ട് നമുക്കൊരു ഇത് കിട്ടും, സ്പേസ് കിട്ടണമെന്ന് തള്ളിക്കയറി അങ്ങോട്ട് പോകരുത്. ABC മലയാളം ചാനലിലേക്ക് എന്നെ വിളിച്ചിരുന്നു. പറഞ്ഞു വന്ന വിഷയം വളരെ അക്സെപ്റ്റൻസ് ഉള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ ഞാൻ പോയില്ല. എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായി എനിക്ക് കാരണമുണ്ട്. ഞാൻ പോയാൽ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടും, ഒത്തിരി റീച്ച് കിട്ടും, ഒത്തിരി എടുത്ത് പോകും, ഞാൻ ഭയങ്കര ഫേമസ് ഒക്കെ ആവും. ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്, പ്രശസ്തിയൊക്കെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്. പോയില്ല. എന്തുകൊണ്ട് പോയില്ല? എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ABC മലയാളം ചാനൽ എന്ന് പറയുന്നത് ഒരു സംഘി ചാനലാണ്. ഒരു കാരണവശാലും അതിനകത്ത് പോകരുത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്നുള്ളത് എൻ്റെ ഇതായിരുന്നു. പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ നമ്മുടെ മീഡിയം തന്നെ ധാരാളം. എനിക്ക് ചുറ്റുമുള്ളവരെ പഠിപ്പിച്ചാൽ എനിക്ക് ചുറ്റുമുള്ളവർ 10 പേരെ പറഞ്ഞു കൊടുക്കും. അതിനപ്പുറം എൻ്റെ ഐഡിയോളജി ഇപ്പോൾ കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ എനിക്ക് ചാനലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഓരോ മനുഷ്യരും മനസ്സിലാക്കണം. ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പലർക്കും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. അവർ വിചാരിക്കുന്ന ഇതൊരു മീഡിയം. ഇത് ഒരിക്കലുമല്ല. അതൊരു മീഡിയമേ അല്ല. ഇവിടെ കൂണ് പോലെ വളർന്നു കിടക്കുന്നതാണ് ഈ ചാനൽ സാമ്രാജ്യം. ഒരല്പമെങ്കിലും ബോധമുള്ളവൻ, എത്തിക്സ് എന്ന് പറയുന്നത് ഒരുത്തനുണ്ടെങ്കിൽ മറ്റുള്ളവരെയും കൂടെ അനലൈസ് ചെയ്യും. ന്യൂസ് എന്ന് പറയുന്നത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് 4 ദിക്കിലുള്ള കാര്യങ്ങളാണ് ന്യൂസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ന്യൂസ് കൊടുക്കുന്ന ഈ മാധ്യമ പ്രവർത്തനത്തിന് ഒരു എത്തിക്സ് ഉണ്ട്. അവിടെ യാതൊരു രീതിയിലൊരു കോംപ്രമൈസും പാടില്ല, നോണ പാടില്ല, ഫേക്ക് കൊടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. അവർക്ക് കൗൺസിലുണ്ട്. ആ കൗൺസിലിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ പൂട്ടിക്കെട്ടും. അതറിയുമോ? ഒരുപാട് നിയമങ്ങൾ ഇതിനകത്തുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ് പലരും പോയി ചാടി കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ സ്ട്രോങ് ആയിട്ടൊരു നിലപാട് ഇസ്ലാമിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ അടപടലം അവിടെ കയറിയിരുന്നോളും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തലയിൽ തട്ടമിട്ട് ഇസ്ലാമിയത്തിൻ്റെ ഇതും കൊണ്ടുവന്ന് അവൾ ഇരുന്നുകൊണ്ട് പറയുന്നതും അതില്ലാതെ ഞാനിരുന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. തട്ടമിട്ടിരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും എനിക്കിട്ട് തരിക എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് കൂടുതൽ വിശദമായിട്ടൊക്കെ ഞാൻ ഫ്ലോപ്പ് ആവാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ വിഷയം ഇത്രയേ ഉള്ളൂ.
മതബോധം എന്ന് പറയുന്നത്, മതവിശ്വാസം എന്ന് പറയുന്നത്, അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുതിരാതെ അവനവന്റെ ജോലി നോക്കി മിണ്ടാതിരിക്കൂ, പോകാതിരിക്കൂ, ബോയ്ക്കോട്ട് ചെയ്യുക. ഇത്തരം ചാനലുകൾ രാജ്യത്തിന് ദുരന്തങ്ങളെ കൊണ്ടുവന്ന് തരുള്ളൂ. ഈ നമ്പ്യാർ എന്നൊക്കെ പറയുന്ന വെള്ളം ഇറങ്ങാതെ തീരാനുള്ളവനാണ്. അമ്മാതിരി വർത്തമാനങ്ങളാണ് അവൻ പറയുന്നത്. അതായത് അവന്റെ ഒരു ഇതിനകത്തൊരു എത്തിക്സ് ഇല്ല. അവൻ പറയുന്ന അവന്റെ ജോബിനോട് ഒരു ധാർമ്മികതയില്ല, ഒന്നുമില്ല. അവന് ഒരു സംഗീതത്തിനെ വെളുപ്പിക്കണം. അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കുറെ തീട്ട സാധനങ്ങളെയാണ്. അവളുമാരും അവനും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ട് കുരക്കിട്ട് അഭിസാരിക എപ്പം നോക്കിയാലും പിന്നെ മറ്റേ ഹോട്ടൽ റൂമിൽ ഇരുന്നുകൊണ്ടാണ് കൊണ പറയുന്നത്. അവളുടെ ചരിത്രവും പൂർവാശ്രത്ര ചരിത്രവും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ദിവസം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. കുറച്ചുകൂടെ എവിഡൻസ് കളക്ട് ചെയ്യേണ്ട ഒരു അവസരമുണ്ട്. അടുത്ത ടാർഗറ്റ് പൂർവാശ്രമ ചരിത്രം തന്നെയാണ്. നുസ്രത്തു കൊലയാളിയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരാം. എന്തായാലും അടുത്തൊരു ഡിവൈസും കൂടെ ഞാൻ തയ്യാറാക്കി വെക്കുന്നുണ്ട്, പോലീസുകാർക്ക് എടുത്തുകൊണ്ട് പോകാൻ. നല്ല കാര്യം, സന്തോഷം, അതെന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഉസ്താദ് ചെയ്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പുള്ളി ചെയ്തത് കൃത്യമായ കാര്യമാണ്. ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് നെഗ്ലക്ട് ചെയ്ത ഒരു കാര്യം, നിങ്ങൾ അവിടെ പോയി ആ പ്രശ്നം പരിഹരിക്കും, അങ്ങനെയല്ല, അത് പറയണ്ടായിരുന്നു. പക്ഷെ എന്നാലും സൂപ്പർ മറുപടി, അത് അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആ എടുത്ത തീരുമാനം അതിനോട് ഞാൻ യോജിച്ചിരിക്കുന്നു. കാരണം ഡിബേറ്റ് വേണ്ട എന്ന് പറയുന്നത് ഭീരുത്വമാണ്. ഡിബേറ്റുകൾ വേണം, പക്ഷെ നിങ്ങളുടെ ചാനലിൽ ഞാൻ വരില്ല എന്ന് തുറന്നങ്ങോട്ട് പറയണമായിരുന്നു. അതിങ്ങനെ പറഞ്ഞതും കുഴപ്പമില്ല, പക്ഷെ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചെയ്ത കാര്യം സൂപ്പർ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയാം, ഇവറ്റുകളെ പറ്റി എന്ത് വീഡിയോ ഇട്ടാലും അതിനകത്ത് യെല്ലോ അടിച്ചു വരും. അപ്പോൾ ആ യെല്ലോ എനിക്ക് ഗ്രീൻ ആക്കി കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്നോട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്കുകൾ മാക്സിമം തന്ന് കമൻസ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് റീച്ചായി കിട്ടും. അപ്പോൾ അത് എന്നെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ശങ്കി കോണകങ്ങളോടാണ് ഒന്ന് കമൻറ്റ് ഇടാ, നീയൊക്കെ കമൻറ്റ് ഇട്ടാലേ എനിക്ക് അതെടുത്തിച്ച് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ എനിക്ക് റീച്ച് കിട്ടുള്ളൂ. എന്നെ റീച്ച് ആക്കണത് നിങ്ങളാണ്. താങ്ക് യു സോ മച്ച്.